ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൂവക്കിഴങ്ങ് ക്ലീൻ ചെയ്ത് പുഴുങ്ങിയെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് 1 കിലോ കൂവക്കിഴങ്ങുണ്ടേ. ഇത് നാടൻ കൂവക്കിഴങ്ങാണ്. തമിഴ്നാട്ടിൽ നിന്നും ഈ കൂവക്കിഴങ്ങ് വരുന്നുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ വെള്ളം വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് തോലിളക്കാൻ നല്ല എളുപ്പമാണ്. ഇത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വരാത്ത തോലുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് നമുക്ക് ഇളക്കിക്കളയാവുന്നതാണ്. എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്യണം. മണ്ണൊക്കെ ഒരുപാടുണ്ട് ഇത്. അവ നന്നായി ക്ലീൻ ചെയ്തിട്ട് 2ആയി മുറിച്ച് വേണം പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കാൻ. ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. വയറിളക്കത്തിനും ഛർദിലിനും ദഹനത്തിന് പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. കൊച്ചു കുട്ടികൾക്ക് ഇതേപോലെ കൊടുക്കാവുന്നതാണ്. ഈ വയറിളക്കവും ഛർദിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ഇതിൻ്റെ കൂവപ്പൊടി എടുത്ത് കുറുക്കി കൊടുക്കാവുന്നതാണ്. 6 മാസമായ കുഞ്ഞു കുട്ടികൾക്കും ഇത് ഒരു നേരം കൊടുക്കാവുന്നതാണ്. കരിപ്പട്ടിയോ പനങ്കൽക്കണ്ടോ ഇട്ടിട്ട് കുറുക്കി അവർക്കും കൊടുക്കാവുന്നതാണ്. പൈൽസ് ഉള്ളവർക്ക് കൂവക്കിഴങ്ങ് ഇത് പുഴുങ്ങി ഇങ്ങനെ തന്നെ കൊടുക്കാം. അല്ലാതെ ഇതെന്താ പറയുക, മലബന്ധമുള്ളവർക്കും ഒക്കെ ഇത് നല്ലതാണ്. ഷുഗറുള്ളവർക്ക് നല്ലതാണ്. ഈ കൂവക്കിഴങ്ങായിട്ട് ഈ പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്, കൂവപ്പൊടിയേക്കാളും നല്ലത്. ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. മിക്കവരും കുരുമുളക് പൊടി ചേർക്കാറില്ല. എന്നിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലും മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിൽ കേൾക്കുന്നവരെയും വേവിക്കുക. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് എയർ പോയി കഴിഞ്ഞ് മാത്രമേ തുറക്കാവൂ. അപ്പോഴത്തേക്ക് ഈ കൂവക്കിഴങ്ങ് റെഡിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് നമ്മളിത് മാറ്റണം. ഇത് നമ്മളെന്താ പറയുക, ഇത് പണ്ട് ഉമ്മമാരൊക്കെ കൂവപ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ട് കൂടുതലുള്ളപ്പോൾ അവരെടുത്ത് ഇങ്ങനെ വെച്ചേക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. ഉണ്ടോ, അത് കറക്റ്റായുണ്ടോ? കറക്റ്റ് പരുവായിരിക്കും ഇത്. നിങ്ങളിതുവരെ ഒന്ന് ഉണ്ടാക്കി എന്നിട്ട് അരിപ്പയിലേക്ക് എടുത്തിട്ട് നമ്മൾ ഈ കൂവക്കിഴങ്ങ് കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കുറേ ഉണ്ട് പറയാം, പക്ഷേ ഇതൊന്നും ഈ കുഞ്ഞു വീഡിയോക്കകത്ത് ഇത്രയൊന്നും പറഞ്ഞൊപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇനിയൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്.